പാണക്കാട്ടേക്കാണ് അവിടെ അരുൺ അമർനാഥാണ് റെഡിയായിട്ടുള്ളത്. അരുൺ നിൽക്കുന്ന ഇടത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധാ കേന്ദ്രമാകുന്ന ഒരു ഇടം കൂടിയാണ്. UDF-നെ സംബന്ധിച്ച് നമുക്കറിയാം, ലീഗാണ് അവിടെ ഏറ്റവും കൂടുതൽ ഒരു ശക്തിയായിട്ട് മാറുന്ന ഇടം. പക്ഷേ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിമത ശല്യം കൂടി ലീഗിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ലീഗിന് ഏണിയായി മാറിയ വിമതന്മാരെ കൂടി നേരിടുന്ന ഒരു പോരാട്ട ചിത്രമാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തെളിയുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മുൻ നിർത്തി പോകുമ്പോൾ UDF-ന് എത്രത്തോളം സ്പേസ് ഈ തിരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാൻ കഴിയും, എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്, ഒപ്പം UDF-നെ മറികടന്നുകൊണ്ട് എത്രത്തോളം വോട്ടുകൾ തങ്ങളിലേക്ക് സമാഹരിക്കാൻ കഴിയുമെന്നാണ് LDF-ന്റെ പ്രതീക്ഷ. ഇതിനിടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കാനുള്ള BJP-യുടെ ശ്രമം എത്രത്തോളം വിലപ്പോകാനാണ് സാധ്യത? ഗുഡ് മോർണിംഗ് ഉമൈബാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രാഷ്ട്രീയ വീക്ഷണമുള്ള വോട്ടർമാരാണ് മലപ്പുറം ജില്ലയിലേത്. ഞാനിപ്പോൾ ഉള്ളത് പാണക്കാടാണ്. പാണക്കാട് സാദിഖ് അലി തങ്ങളും മുനവർ അലി ശിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്യാനെത്തുന്ന പോളിംഗ് ബൂത്തിന് മുന്നിലാണ് ഞാനുള്ളത്. നേരത്തെ ഉമൈബാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വന്നാൽ UDF-നെ സംബന്ധിച്ച് മറ്റ് ജില്ലകളിൽ നിന്ന് വിപരീതമായി വലിയൊരു ആധിപത്യമുള്ള ജില്ല കൂടിയാണ് മലപ്പുറം. അതായത് 3/4% ആധിപത്യം ലീഗിന് എല്ലാ 4 തദ്ദേശ സ്ഥാപന മേഖലകളിലും ഉണ്ട് എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിലും നഗരസഭകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഉൾപ്പെടെ ലീഗിൻ്റെ ആധിപത്യം തന്നെയാണ്. അതിന് ഇത്തവണ മാറ്റം വരുത്തണമെന്ന് LDF കണക്ക് കൂട്ടുമ്പോഴും അത് നിലവിലെ സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് അത് വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് LDF-ൻ്റെയും കണക്ക് കൂട്ടൽ. അത്തരത്തിൽ കൂട്ടിയും കിഴച്ചുമുള്ള കണക്കുകൂട്ടലിലാണ് ഓരോ മുന്നണികളും 1 മാസക്കാലം നീണ്ട പ്രചാരണത്തിന് ശേഷം വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ ആശയങ്ങളും അവരുടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് തന്നെ വോട്ടർമാരിലേക്ക് സ്വാധീനിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു മുന്നണികൾക്കുള്ളത്. ഒപ്പം തന്നെ രാഷ്ട്രീയ വിഷയമായ ചർച്ചാ വിഷയമായ പല വിഷയങ്ങളുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഒരു ബന്ധം, അതിനെ പ്രതിരോധിച്ചും ആക്രമിച്ചും കൊണ്ടൊക്കെ മുന്നണികൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള കക്ഷികളുടെ സ്വാധീനം എങ്ങനെ പ്രകടമാവും എന്നുള്ളതൊക്കെ ചോദ്യചിഹ്നമാണ്. 330 ഇടങ്ങളിലാണ് SDPI മത്സരിക്കുന്നത്. 190 സീറ്റുകളിലാണ് ജമാഅത്തെ ഇസ്ലാമി മത്സരിക്കുന്നത്. അത്തരത്തിൽ ഇവരുടെയൊക്കെ സ്വാധീനം എങ്ങനെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, ഒപ്പം തന്നെ പ്രാദേശിക നീക്കുപോക്കുകൾ, ധാരണകൾ, അതിനെ ആയുധമാക്കിക്കൊണ്ടുള്ള പ്രത്യാക്രമണം, ഇതെല്ലാം കണ്ടതാണ് നമ്മൾ 1 മാസക്കാലം. ഇതെല്ലാം വോട്ടർമാർ രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാനുള്ളത് പാണക്കാട്ടെ പോളിംഗ് ബൂത്തിന് മുന്നിലാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുനവർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ളതാണ്. UDF-നെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയുണ്ട്. അരുൺ, എന്തായാലും നമുക്ക് ആ സ്ക്രീനിൽ യുവ വോട്ടർമാരുടെ നിരയൊക്കെ കാണാം. യുവ മനസ്സ് എങ്ങോട്ട് ചാഞ്ചാടി പോകും എന്നുള്ളതിൽ മാത്രമാണ് ആകാംക്ഷയുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ UDF-ന്റെ ആ കോട്ട ഇളക്കാനുള്ള CPM-ന്റെ ശ്രമം, ഇടതിൻ്റെ ശ്രമം, അത് എത്രത്തോളം ഫലം കാണും എന്നുള്ളതും നമുക്കറിയേണ്ടതുണ്ട്. പാണക്കാട്ട് നിന്നുള്ള വിവരങ്ങളാണ് അരുൺ അമർനാഥ് പങ്കുവച്ചത്.